അവിടെ ആളുകളില്ല, ആ കെട്ടിടത്തിൽ ആളുകളില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡിഫൻസീവ് മോഡിലോട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഇല്ല, അങ്ങനെ ഡിഫൻസിലേക്ക് പോയില്ല. അവിടെ ഉണ്ടായ സംഭവം അവര് പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. അവിടെ സ്ഥലത്തുണ്ടായിരുന്ന പറയാൻ പറ്റുമോ മിനിസ്റ്റർ? ഒരു കെട്ടിടം പൊളിഞ്ഞു വീടാൻ വെറുതെ ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് ആളില്ലാന്ന് ആരെങ്കിലും അങ്ങനെ ആളില്ലെന്ന് ആരും പറഞ്ഞു? ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടു കിട്ടിയത് ഇതാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ആളില്ലെന്ന് പറഞ്ഞില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ ഇല്ല, അത് പറഞ്ഞല്ലോ. അതെ, ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു. പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ അതോറിറ്റി, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഇത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇവർക്ക് കൊടുത്ത വിവരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹം പറഞ്ഞു. അല്ല, അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിനെ അറിയില്ലായിട്ടാ. സൂപ്രണ്ട് എന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്. അദ്ദേഹമാണ് ഈ ഒരു വർഷം 2000-ഓളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആള്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ്. ഒരു രൂപ ആരോടും കൈക്കൂലി വാങ്ങിക്കുകയോ ഏതെങ്കിലും ചെയ്യാലും കയ്യിൽ നിന്ന് കാശ് മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആളാണ്. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ 96 വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ചു വിട്ട ആശുപത്രി, അതിനെല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും അവിശ്വസിക്കുകയില്ല. നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കുറിച്ച് തിരക്കുക. അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല. സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത്. ഈ സൂപ്രണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് 10:50 അപകടം ഉണ്ടായി, 11:30 മണിക്കാണ് ഫയർഫോഴ്സ് വന്നതാണ്. അതൊരു വലിയ വീഴ്ചയില്ല. മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിട്ടും ഫയർഫോഴ്സ് പോലും എത്താൻ ലേറ്റ് ആയെന്ന് പറയുമ്പോൾ സംവിധാനമാണ് അവിടെ. അല്ല, ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. ഞങ്ങളെന്നേരം സ്ഥലത്തില്ലല്ലോ, ഞങ്ങളെല്ലാം മറ്റേ മീറ്റിംഗിലാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത്. തന്നെ സൂചിപ്പിച്ചു കോട്ടയത്തെ ഈ ആശുപത്രിയുടെ ഈ ശോചനീയാവസ്ഥ. കഴിഞ്ഞ കുറെ കാലമായി ആ ആശുപത്രിയിൽ അടുത്ത് നിൽക്കുന്ന ആളുകൂടിയാണല്ലോ. ഒരു ഹിറ്റാച്ചിക്കോ അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സിനോ കടന്നു വരാൻ പറ്റാത്ത തരത്തിൽ ആ കെട്ടിടമുള്ളപ്പോൾ അതൊന്ന് പൊളിച്ച് ആ ആശുപത്രിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കും ഈ സർക്കാരിന് മുമ്പ് തന്നെ സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ് മാത്രമല്ല പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത്രയും വർഷമായിട്ട് അത് പൊളിച്ചു മാറ്റാൻ എന്തുകൊണ്ടാണ്? താങ്കളുടെ മണ്ഡലം കൂടിയാണ്. അല്ല, ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയുക. നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടിയുണ്ട്. 2013 PWD വകുപ്പ് ഈ കെട്ടിടത്തിന്റെ മോശാവസ്ഥയെക്കുറിച്ച് അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് UDF ഗവൺമെന്റാണ് കേരളത്തിൽ. ആ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി റിപ്പോർട്ട് വന്നിട്ട് 1 രൂപ പോലും മാറ്റിവെക്കുകയോ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല. അതിനുശേഷം LDF ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ, ഞാനും ബന്ധപ്പെട്ട, ഞാൻ അന്ന് MLA അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ അത് ബന്ധപ്പെട്ടതാണ്. ശൈലജ ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് അതിനുവേണ്ടി 526 കോടി രൂപ അനുവദിച്ചു. ആ ഫണ്ട് വിനിയോഗിച്ച് 2018 അതിന് ഭരണാനുമതി കിട്ടി. അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ 2 വർഷം കോവിഡായിരുന്നു. പണി നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി. 8 നില മന്ദിരം തീർന്നു. 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു. ഈ കെട്ടിടത്തിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. ഇതാരും പറയുന്നില്ല. ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു, എന്താ താമസിച്ചു പോയത് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തൊട്ട് ആ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നു. അതേസമയത്ത് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ അറിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ല. അന്ന് നീക്കം നടത്തിയിരുന്നെങ്കിൽ എത്രയോ മുമ്പ് അത് ഓപ്പൺ ചെയ്യാമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കപ്പോൾ എന്റെ മറുപടി അല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം സ്ഥാപിക്കലാണ്. പത്രപ്രവർത്തനത്തിന്റെ മാന്യമായ രീതി എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് ഞാൻ ശാന്തം കേട്ടു, അപ്പൊ എന്റെ മറുപടി ശാന്തമായി കേൾക്കണം. അത് പറഞ്ഞു തരാനുള്ള അവസരവും വേണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കിഫ്ബി ഫണ്ട് 526 കോടി രൂപ മാറ്റിവെച്ച്
536 ബെഡുള്ള ഇപ്പോൾ സർജറി ബ്ലോക്കും ഏതാണ്ട് 365 ബെഡുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും പണിയാൻ തീരുമാനിച്ച് അതിൽ സർജറി ബ്ലോക്ക് ഇപ്പോൾ തീർന്നു, 565 ബെഡായി. അതിൻ്റെ മുഴുവൻ വാർഡിലെ പ്രവർത്തനങ്ങളും തീർന്നു, എല്ലാ സ്കാൻ മെഷീനും ഒക്കെ വന്നു. ഇനി അവസാനം തീരാനുണ്ടായിരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ അണിമുക്തമാക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. അതോടെ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 30-ാം തീയതി, എന്ന് വെച്ചാൽ മെയ് മാസം 30-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഞാനും ചേർന്ന് അവിടെ യോഗം വിളിച്ചു ചേർത്ത് അങ്ങോട്ട് പേഷ്യൻസിനെ മാറ്റാൻ ഉദ്ഘാടനം നോക്കിയിരിക്കേണ്ട ജൂലൈ മാസത്തിൽ മാറ്റി തുടങ്ങാൻ നിർദ്ദേശം കൊടുത്ത് തീരുമാനമെടുത്ത് മിനിസുണ്ട്. അങ്ങനെ അതിന്റെ പണി തുടങ്ങിക്കൊണ്ട് മാറ്റുന്ന പ്രക്രിയയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് ഒന്നാന്തരമായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള ഉത്തരം കൃത്യമായി 8 നില മന്ദിരം, 565 ബെഡ്, 14 ഓപ്പറേഷൻ തിയേറ്റർ കൂടി തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF ഗവൺമെന്റ് കിഫ്ബി ഫണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നതാണ്. ആ ഗവൺമെന്റ് ഇച്ഛാശക്തി തന്നെയാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് മുമ്പിലാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. അന്ന് അവർ ചെയ്തിരുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്, അത് രാഷ്ട്രീയമല്ല. ഈ യാഥാർത്ഥ്യം നിങ്ങൾ എന്താ മറച്ചു പിടിക്കുന്നത്? അപ്പോൾ സത്യസന്ധമായുള്ള കാര്യമാണ് ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത്, ഇപ്പോൾ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി അതൊരു ഏതാണ്ട് 365 ബെഡും അതിലും 12 ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. അത് ഏതാണ്ട് 30% തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ജനുവരി എത്തുമ്പോഴേക്ക് അതും തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ 2 മനോഹരമായ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നു. പണ്ടുണ്ടാക്കിയ കെട്ടിടത്തെ സംബന്ധിച്ചോളം എന്താണ് അതിന് വേറെ സംവിധാനം ഉണ്ട്, അത് പൊളിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ഇവിടെ പുതിയ സംവിധാനം ഉണ്ടായതിനു ശേഷം പൊളിച്ച് വഴിയാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അതിവിടെ തിരിച്ചറിയണം എന്നുള്ളതാണ് പറയാനുള്ളത്.